നമസ്കാരം, വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തലശ്ശേരി രൂപതയുടെ ഇടയനായിട്ടുള്ള പാമ്പ്ളാനി പിതാവിനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാനുള്ള CPMന്റെ രാഷ്ട്രീയ തീരുമാനത്തിനെതിരെ പ്രതിരോധിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എന്താണ് പാമ്പ്ളാനി പിതാവ് ചെയ്തത്? പാമ്പ്ളാനി പിതാവിനെ പൊതുസമൂഹ മധ്യത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ ചോട്ടാ നേതാക്കന്മാർ വരെ വളരെ മോശമായ വിധത്തിൽ ശക്തമായ ഭാഷയിൽ അവരെ ആക്ഷേപിക്കുകയാണ്. എന്താ CPM പാർട്ടി വിചാരിക്കുന്നത്? ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയനായിട്ടുള്ള പാമ്പ്ളാനി പിതാവ് പ്രതികരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാമ്പ്ളാനി പിതാവിന് പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പാമ്പ്ളാനി പിതാവിനെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടണമെങ്കിൽ അതിന് CPM പാർട്ടിയുടെ തിട്ടൂരമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണോ അവർ വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണോ പാമ്പ്ളാനി പിതാവിനെ അവർ വേട്ടയാടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉണ്ടായ സംഭവം? നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ വെച്ച് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് രണ്ട് ക്രൈസ്തവരായിരിക്കുന്ന, രണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർക്ക് ജാമ്യം കിട്ടുന്ന ഘട്ടത്തിൽ ആ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇടപെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ പാമ്പ്ളാനി പിതാവ് അമിത്ഷായോട് നന്ദി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പിതാവിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ CPM പാർട്ടി തീരുമാനിച്ചത്. ഞങ്ങൾ ചോദിക്കട്ടെ, എന്താ CPM പാർട്ടി ചിന്തിച്ചത്? പാമ്പ്ളാനി പിതാവിൻ്റെ കഴുത്തിലൊരു പൂമാലയിട്ട് കൊടുത്തുകൊണ്ട് കുടത്തിൽ നിന്നും കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുപായസം വായിരിക്കുന്നത് പോലെ പിതാവിനെ ഉപയോഗിച്ച് ഇവിടെ രാഷ്ട്രീയം കളിക്കാമെന്നാണോ CPM പാർട്ടി ചിന്തിച്ചത്? ഇതൊക്കെ നല്ല വ്യക്തമായി മനസ്സിലാകുന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം എന്ന് CPM പാർട്ടി ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. ഇവരുടെ ധാരണ ഇവരുടെ ന്യൂനപക്ഷകരുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സംരക്ഷകരാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മുടെ തൊക്കിലങ്ങാടിയിലെ അവിടുത്തെ കോളേജിലെ പ്രൊഫസറായിരുന്ന ഫാദർ ജിയോ പുളിക്കൽ, ആ ജിയോ പുളിക്കലിനെ എങ്ങനെയാണ് വേട്ടയാടിയത്? ഫാദർ ജിയോ പുളിക്കൽ ഒരു SFIക്കാരനായ വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക വൈതൃകത്തിന് വിധേയമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി വൈദികനെ ആക്ഷേപിച്ചത് ഇവിടുത്തെ സമൂഹത്തിൽ ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. എന്താണ് തലശ്ശേരി രൂപതയെക്കുറിച്ച് പറഞ്ഞത്? രൂപത എന്ന് പറഞ്ഞാൽ രൂപത എന്നല്ലേ പറഞ്ഞത്? അതിരൂപത എന്ന് പറഞ്ഞാൽ അധികം രൂപത എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ അതിരൂപതയെ അധികം രൂപത എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതും ഇവിടുത്തെ CPM പാർട്ടിയാണ്. നമ്മുടെ കോഴിക്കോട് മെത്രാനെ, എന്താ താമരശ്ശേരി മെത്രാനെ എന്താ വിളിച്ചത്? നികൃഷ്ടജീവി എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവരുടെ സ്നേഹം, ഇവരുടെ ക്രിസ്ത്യൻ സമൂഹത്തിനോടുള്ള സ്നേഹം എല്ലാവർക്കും അറിവുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ CPM പാർട്ടിയുടെ മാതൃരാജ്യമാണല്ലോ ചൈന. ആ ചൈനയിൽ ക്രിസ്ത്യാനികൾക്ക് സ്വതന്ത്രമായി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ആ ചൈനയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അവിടുത്തെ ഇന്ന് നിലനിൽക്കുന്ന ദേവാലയങ്ങൾ റോമിനെ അംഗീകരിക്കുന്ന ദേവാലയങ്ങളാണോ? ചൈനയിൽ പ്രത്യേകം പാർട്ടി, പ്രത്യേക ഒരു ക്രിസ്ത്യൻ മതമുണ്ടാക്കി അവർക്ക് റോമുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രവർത്തിക്കുന്ന കുറച്ച് പള്ളികൾ മാത്രമല്ലേ ഇപ്പം ചൈനയിലുള്ളത്? ആ ചൈനയിൽ പരസ്യമായി കുരിശ് പിടിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം നടത്താൻ സാധിക്കുമോ? കുരിശിനെ വണങ്ങാൻ സാധിക്കുമോ? ഇനി വേണ്ട, പൊതുസമൂഹത്തിനുള്ളിൽ ഇറങ്ങിയിട്ട് അവരുടെ മതപ്രചരണം നടത്താൻ വേണ്ടി സാധിക്കുമോ? ഇതൊന്നും നിങ്ങൾക്ക് ചൈനയിൽ പറ്റില്ലല്ലേ? ചൈനയിലല്ലല്ലോ, കേരളത്തിലല്ലേ ഞങ്ങൾ പറയുന്നത് എന്നായിരിക്കും ചില കമ്മ്യൂണിസ്റ്റുകാരുടെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അതേ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ചുപോയ ബഹുമാനായ EM ശങ്കര നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ. EM ശങ്കര നമ്പൂതിരിപ്പാട് എന്താണ് പറഞ്ഞത്? ചൈന ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ചൈന അവരുടേതും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഈ തർക്ക മേഖലയെക്കുറിച്ച് ഒരു ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായം പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ കൃത്യമായും EMS പറഞ്ഞല്ലോ ഞങ്ങൾ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ് എന്ന്. ആ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇപ്പോൾ ചൈനയിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നത്? ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ചൈനയിൽ എത്ര പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? ചൈനയിൽ തകർക്കപ്പെട്ട പള്ളികളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ വായിക്കാം, നിങ്ങൾ കേട്ടോളൂ വേണമെങ്കിൽ. ഇത് ഞാൻ വെറുതെ വായിക്കുന്ന ലിസ്റ്റല്ല. US കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയൻ ഫ്രീഡമിന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ചൈനയിലെ മതസ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കാര്യത്തിൽ മുമ്പത്തേക്കാളും വലിയ വർധനവുണ്ടായി എന്നാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത്. ഇപ്രാവശ്യം ഇപ്പോൾ ചൈനയിലെ ഹേനാൻ പ്രവേശിയിൽ അവിടെ പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം ആ തകർക്കപ്പെടുക മാത്രമല്ല, രാജ്യത്തെ ക്രിസ്ത്യാനികളുടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ചൈന എയ്ഡ് ആണ് ഈ കാര്യം പുറം ലോകത്തെ അറിയിക്കുന്നത്. അവിടെ കഴിഞ്ഞ മെയ് 5-ന് ഏതാണ്ട് 300ഓളം വരുന്ന പോലീസ് സംഘം അവിടെ ഹേനാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പോലീസ് സംഘമാണ് ഒരു ദേവാലയം തകർക്കപ്പെട്ടത്. എത്ര ദേവാലയങ്ങൾ ചൈനയിൽ തകർത്തു? ഈ മെയ് 5-ന് തകർത്ത ദേവാലയത്തിനെ അതിൻ്റെ അടിക്കല്ല് വരെ മാന്തിക്കളഞ്ഞു. എന്താ ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞതെന്നറിയോ? റോഡ് യൂസേജ് ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേവാലയം പൊളിക്കുന്നത് എന്നാണ്. അങ്ങനെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇവിടെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ട്, അവിടെയെല്ലാം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ട്, അവിടെയെല്ലാം ക്രിസ്ത്യാനികളെ ജയിലിൽ അടച്ചിട്ട് ഈ കേരളത്തിലിരുന്ന് പവിഴക്കണ്ണീരൊഴുക്കുന്ന നിങ്ങളുടെ കൗശലം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും, ഇവിടുത്തെ മതന്യൂനപക്ഷത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പിതാവിനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാം എന്ന് ധരിച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി, അത് നടക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.